ത്രിയേക ദൈവത്തിന്റെ വന്യ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. നാം, നമ്മൾ എന്ന വാക്കുകൾ പൊതുവിനെ ഉദ്ദേശിച്ച് നാം സംസാരിക്കാറും പ്രയോഗിക്കാറുമുണ്ട്. സാധാരണ മെത്രോപൊലീത്തന്മാർ നാം എന്ന് പറയുന്നത് പൊതുവിന്റെ പ്രതിനിധി എന്ന നിലയ്ക്കാണ്. എന്നാൽ ചിലരെങ്കിലും ചിന്തിക്കാറുണ്ട്, പറയാറുണ്ട്, നാം എന്ന് ഉപയോഗിക്കുന്നത് അഹങ്കാരത്തിന്റെ ലക്ഷണമാണ്. പൊതുസമൂഹത്തോട് സംസാരിക്കുമ്പോൾ നിങ്ങൾ, ഞങ്ങൾ എന്ന് പറയുന്ന വ്യക്തിക്ക് അതിമാനുഷിക സ്വഭാവം സ്വയം കൊടുത്ത് സ്വയം പുകഴ്ത്തി പറയുന്ന രീതി മലയാളത്തിൽ പൊതുവെ ഉപയോഗിക്കുന്ന ശൈലിയല്ല. പൊതുവിന്റെ ആൾ പ്രയോഗിക്കുന്നത് താൻ ഉൾക്കൊള്ളുന്ന സമൂഹത്തിന്റെ പ്രതിനിധി എന്ന നിലയ്ക്കാണ്. ഉദാഹരണത്തിന്, നമുക്ക് നോമ്പും ഉപവാസവും പ്രാർത്ഥനയും കുമ്പിടിയിലും വിശുദ്ധ കുർബാനാനുഭവവും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ആത്മീയ ഉന്നതിക്കുള്ള പാലങ്ങളാണ് അല്ലെങ്കിൽ പാഠങ്ങളാണ് എന്ന് പറയുന്ന കൂട്ടത്തിൽ ആചാര്യശ്രേഷ്ഠന്മാർ പറയാറുണ്ട്, നമുക്ക് കൃത്യമായി ഈ ശീലം ഇപ്പോൾ ഇല്ലാതായിരിക്കുന്നു, നാം അത് നഷ്ടപ്പെടുത്തുന്നില്ലേ? അതിനർത്ഥം പ്രസംഗിക്കുന്ന ആചാര്യശ്രേഷ്ഠന് ആ ശീലം ഇല്ല എന്നല്ല. നമ്മുടെ പിൻതലമുറ ലഹരിക്ക് അടിമകളാകുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാ കുഞ്ഞുങ്ങളും അങ്ങനെയാണ് എന്നല്ലല്ലോ അർത്ഥം. നമ്മുടെ തലമുറ നവമാധ്യങ്ങൾ ദുർവിനിയോഗം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ നല്ല 1% മാത്രമേ അങ്ങനെ ചെയ്യുന്നുള്ളൂ. വിനയാന്വിതനായ ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ വക്താവിന് നിങ്ങൾ എന്ന് പറയാനാകില്ല, നമ്മൾ എന്നേ പറയാനാവൂ. ആ വ്യക്തിയുടെ വ്യക്തിമാഹാത്മ്യത്തിന്റെ പ്രതിഫലനം കൂടിയാണത്. ഇത് നാം ഉൾക്കൊള്ളാതെ പോകുന്നു, അല്ലെങ്കിൽ തിരിച്ചറിയാതെ പോകുന്നു. ചിലർ തിരിച്ചറിഞ്ഞിട്ടും അറിഞ്ഞില്ലെന്ന് നടിക്കുന്നു. മോശയും അഹ്റോനും അവർ നേതൃത്വം കൊടുത്ത സമൂഹത്തിന്റെ പ്രതിനിധികളായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ നയിച്ച ജനത്തിന്റെ ദുശാഠ്യവും വഴിവഴിച്ച പോക്കുമാണ് അവരെ വളരെ ചുരുക്കമായിട്ടെങ്കിലും ദൈവകോപത്തിന് ഇരയാക്കിയതും വാഗ്ദത്ത നാട്ടിൽ പ്രവേശിക്കുവാൻ ദൈവം അനുവദിക്കാതെ ഇരുന്നതും. അതുകൊണ്ട് തന്നെ പൊതുവിന്റെ ആൾ നമ്മളായിരുന്നുവെങ്കിൽ കള്ളം പറഞ്ഞേനെ എന്ന് പറഞ്ഞാൽ കള്ളം പറയും എന്നല്ല സാരം. അത് മനസ്സിലാക്കാൻ വലിയ ജ്ഞാനം വേണോ? അതിബുദ്ധിയും വക്രതയുള്ള സമൂഹത്തിന് എന്തും കോട്ടിമാട്ടി വളച്ചൊടിക്കാം. ഇതിൽ നിന്ന് വ്യത്യസ്തമായി കർത്താവിന്റെ ചില പ്രയോഗങ്ങൾ വന്നത് എന്തേന്ന് നാം ഓർത്തുപോകും. മനുഷ്യനെ പോലെ വന്ന് അവതരിച്ചുവെങ്കിലും പാപം കൂടാതെ അവതരിച്ചവനാണ്. ഗുരുക്കന്മാർ ശിഷ്യന്മാർക്ക് പാഠങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ നിങ്ങൾ കുട്ടികൾ എന്നാണ് പറയുക, അല്ലാതെ നമ്മൾ കുട്ടികൾ എന്ന് പറയാറില്ലല്ലോ. ഈ വ്യത്യാസം കർത്താവിന്റെ വാക്കുകളിൽ ചിലപ്പോൾ നാം കേൾക്കാറുണ്ട്. എന്നാൽ അവിടുന്ന് ഒരു ദാസനെ പോലെയാണ് ശിഷ്യരോടൊപ്പം പ്രവർത്തിച്ചതും പെരുമാറിയതും. അതുകൊണ്ടാണല്ലോ കാലു കഴുകിയത്. നാം താഴേണ്ടടുത്ത് താഴുകയും ഉയരേണ്ടടുത്ത് ഉയരുകയും, അതായത് മാനസികമായി ഉയരുകയും വേണം. നാം ഒരു ചൊല്ല് കേട്ടിട്ടുണ്ടല്ലോ, താണ നിലത്തെ നീരോടു, അവിടെ ദൈവം കൃപ ചെയ്യൂ. വിനയോന്നതനായ ഒരു നേതാവിന് മാത്രമേ നമ്മൾ എന്ന് പറയുവാൻ ആർജവം ഉണ്ടാവുകയുള്ളൂ. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവിന്റെ നടത്തിപ്പ്, കാവൽ, ഉപദേശം എന്നും എനിക്ക് കൂട്ടായിരിക്കണമേ. വിക്കനായ മോശയ്ക്ക് അഹ്റോൻ കൂട്ടായിരുന്നതുപോലെ നിന്റെ പരിശുദ്ധാത്മാവ് എന്നെ നടത്തി നയിക്കണമേ. പുത്രപുത്ര പരിശുദ്ധാത്മാവായ ത്രിയേക ദൈവത്തിന്റെ അനുഗ്രഹങ്ങളും നാം എല്ലാവരുടെ മേലും സദാ വർദ്ധിച്ചിരിക്കുമാറാകട്ടെ.